യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഉമ്മാടേയും പാപ്പാടേയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമുക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുത്താലോ. പക്ഷെ അവരറിഞ്ഞിട്ടില്ല അവർക്കുള്ള സർപ്രൈസ് എന്താണെന്ന്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. എന്താ പറയുക, രാവിലത്തെ വീഡിയോസ് എടുക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിൽ എടുത്തതാണ്. എന്നാൽ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്തേക്കാന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ അവരെ വിളിച്ചൊക്കെ ഉണർത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത് തേരുണ്ടെന്ന്. തേരും ചവിട്ടി ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നാളെയാണ് കേട്ടോ തേരിന് കൊണ്ടുപോകുന്ന അമ്പലത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സദ്യയായിരുന്നു. അപ്പോൾ സാമ്പാർ, രസം, പുളിശ്ശേരി, തോരൻ, അവിയൽ, പച്ചടി, കിച്ചറി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചോട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വാപ്പ പോയി ചായക്ക് കടിക്കാനായിട്ട് സ്വീറ്റ്നായും പപ്സും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ റിച്ചു സ്വീറ്റ്നാണ് എടുത്തത്, ഞാൻ പപ്സുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാപ്പ പറഞ്ഞത് ഇന്ന് ഉമ്മാടെ വാപ്പാടെ വെഡിങ് ആനിവേഴ്സറി. പക്ഷേ ഞങ്ങൾ സർപ്രൈസ് ഒരുക്കി വെച്ചേക്കുന്നത് അവരറിഞ്ഞിട്ടില്ല. അപ്പോൾ വാപ്പായ്ക്ക് ഉമ്മായ്ക്ക് ഒരു നൈറ്റി എടുത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ വാപ്പ പോയി നോക്കിയപ്പോൾ വാപ്പായ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനും കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ റെഡിയായി. ഞാനും റിച്ചുവും വാപ്പായും കൂടെ ദേ കടയിലോട്ട് പോവാണേ ഉമ്മായ്ക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട്. തുണിക്കടയിൽ വന്നു കേട്ടോ. അപ്പം 4-5 നൈറ്റിയൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഉമ്മായിക്ക് ഇല്ലാത്തൊരു കളർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദേ ഈ ഒരു നൈറ്റിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ നൈറ്റി വിത്ത് ഷാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് തന്നെ അങ്ങ് സെലക്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ ഫ്രൂട്ട്സ് കടയിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫ്രൂട്ട്സ് കടയിൽ പോയി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ മോളും പിന്നെ ചേട്ടത്തിയുടെ ആങ്ങളയുടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെല്ലാവരും കൊണ്ട് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞ അവിടുത്തെ അയത്താട എന്താ വെഡിങ് ആനിവേഴ്സറിയാ. അപ്പം അടിച്ചു പൊളിക്കാം ഗൈസ്. വെഡിങ് ആനിവേഴ്സറി അല്ലേ ഇവിടെ വന്ന് പറഞ്ഞു. ചേർന്നത്തുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ. ഓക്കെ അപ്പം ശരി, ബൈ ബൈ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിലിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചേട്ടൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അവർ വന്നിട്ടില്ല കേട്ടോ. അവർ എവിടെയോ കടയിലോ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. ചേട്ടനും ചേട്ടത്തെയൊക്കെ വന്നിട്ട് നമ്മൾ കേക്ക് മുറിക്കുക. അവരാണ് കേട്ടോ കേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ വകയായിട്ടാണ് കേക്ക്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അവർ കേക്കൊക്കെ കൊണ്ടുവന്നു. ഉമ്മ ദേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ അപ്പുറത്തില്ല, ഞാൻ പറഞ്ഞല്ലോ തേരിൻ്റെ ചവിട്ടി പോയിരുന്നത്. അവിടെ തിരുവാതിര ആയിരുന്നത് കാണാനായിട്ട്. അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഉമ്മ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ ശരിക്കും. കഴിഞ്ഞ വർഷം മുമ്പ് കാണുമെങ്കിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ നമ്മളൊക്കെ കേക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇനി അവരെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ വാപ്പായും ഉമ്മായും ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് രണ്ടുപേരടുത്തും പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ. അങ്ങനെ രണ്ടുപേരും കൂടെ ദേ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരും പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉമ്മ ഫസിലാനെ വാപ്പാടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാപ്പായും ദേണ്ട് ഉമ്മയുടെ വായിലോട്ട് വെച്ച് കൊടുക്കണം. ഉമ്മായ്ക്ക് ഷുഗർ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ മധുരം കഴിക്കാൻ. അങ്ങനെ പരസ്പരം അവർ രണ്ടുപേരും ഷെയർ ചെയ്തതിന് ശേഷം ഉമ്മ ദേണ്ട പിന്നൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മൂത്തിക്കായ്ക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. മൂത്തിക്കായ്ക്കും പിന്നെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ പീസായിട്ട് കേക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ദേണ്ട മൂത്തിക്കായ്ക്ക് ഫസിലേ കൊടുത്തു. അതിന് ശേഷം മൂത്തിക്ക
വായിൽ മുറുക്കാൻ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട നമ്മുടെ റയാനിക്കാണ് കൊടുത്തത്. റൈഹാന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സനായിക്ക് കൊടുത്തു. സനായിക്ക് കൊടുത്തിട്ട് സിയായിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിയായിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മരുമക്കളായ ചേട്ടത്തിമാർക്കും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വായിൽ വെച്ച് തരുവാണ് കേട്ടോ. ഫസ്റ്റിലെ കൊടുത്തത് നമ്മുടെ റംസി ചേട്ടത്തിക്ക് കൊടുത്ത് എനിക്ക് തന്നു. പിന്നെ ഷെബിനിക്കയുടെ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശൈല ചേട്ടത്തിക്ക്, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ അവിടെ നിന്ന് മക്കളുമാർക്ക് എല്ലാവർക്കും മുറിച്ച് ഇങ്ങനെ കൊടുത്തട്ടോ. അപ്പോൾ അതെല്ലാം കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യണമല്ലോ. അപ്പം ഇതേ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മായിക്കും പാപ്പായ്ക്കും ഒരുപാട് സന്തോഷമായ ഒരു ദിവസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവരൊട്ടും പ്രതീക്ഷിക്കാതെ അവർക്ക് കിട്ടിയതായിരുന്നു കേട്ടോ ഈ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയാലും. ഇതെന്ന് വെച്ചാൽ അവരൊട്ടും എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത ഒരു ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണ് അവരിനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തത് ഒരു സാരിയും ഒരു ഷർട്ടും ആയിരുന്നു പാപ്പായ്ക്കും ഉമ്മായ്ക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ ചേട്ടത്തി കൊടുത്തത് അവർക്ക് 2 പേർക്ക് ഒരു കൂട്ടി ചെരുപ്പും പിന്നെ അവരുടെ വകയായിട്ട് കേക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ മൂത്ത ചേട്ടത്തിയുടെ വകയായിട്ട് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവർ കൊണ്ടുവന്നത് എല്ലാവർക്കും ഉള്ള ഫുഡായിരുന്നു കേട്ടോ. പൊറോട്ടയും ബീഫ് കറിയും ചില്ലി ചിക്കനും അങ്ങനെ ആ ഐറ്റംസൊക്കെ ആയിരുന്നു അവരുടെ വകയായിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വേണ്ട ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഇരുത്തി. അപ്പോൾ ആദ്യം തന്നെ മക്കളുമാർക്കാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തത്. അപ്പോൾ മക്കളുമാർക്കൊക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാനും ചേട്ടത്തിമാരും ഉമ്മായും പാപ്പായും എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ റിച്ചുവിനും കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ റിച്ചു നമ്മുടെ ഷെബിനിക്കയുടെ കൂടെ അവരുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.